ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ടൂത്ത് ബ്രഷാണ്. ഓറൽ ബീൻ്റെ പ്രോ 3 എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷാണ്. നമുക്കിത് റീചാർജബിൾ മോഡലാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ആമസോണിൻ്റെ ഡീലിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന് ശരിക്കും MRP 5000 രൂപയ്ക്കാണ്. നമുക്കിപ്പോൾ ആമസോണിൽ ഒരു 1500 രൂപയാണ് ആമസോണിൽ. പിന്നെ ഇപ്പോൾ അതും പോരാണ്ട് 300 രൂപയുടെ വൗച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1100 രൂപയ്ക്ക് നമുക്കിത് കിട്ടി. അതും മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫ്രീ ആയിട്ട് ഒരു 500 രൂപയുടെ ഓറൽ ബിയുടെ ക്രോസ് ആക്ഷൻ പവർ എന്ന് പറഞ്ഞാൽ വേറൊരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നമുക്ക് ഇതിനൂടെ ഫ്രീ കിട്ടുന്നുണ്ട്. അതിന് 590 രൂപയ്ക്ക് MRP വരുന്നത്. അപ്പോൾ ഇത് ഫ്രീ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പം നല്ലൊരു ഡീലാണ്. നിങ്ങളൊരു ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് നോക്കും. ഞാൻ അതിന് മുമ്പ് റിയൽമിയുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാറ്. ഇലക്ട്രോണിക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെച്ചാൽ അത്യാവശ്യം കറക്റ്റ് ക്ലീനിങ് സാധനം ചെയ്തോളൂല്ലോ. എനിക്ക് പിന്നെ പോരാതെ എൻ്റെ പല്ലുകളൊക്കെ ഭയങ്കര അടുപ്പിച്ച് അപ്പോൾ ഭയങ്കരമായിട്ട് ക്ലീനിങ് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നോക്കാറ്. ഇതിൻ്റെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഞാൻ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് വേറെ കാര്യം. ഇത് റീചാർജബിളാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചുതരാം. ഇതിൻ്റെ ഇപ്പോൾ ബോക്സിൽ നമുക്കൊരു ബുക്ക്ലെറ്റും ഉണ്ട്. അതുപോലെയാണ് നമുക്ക് ഈ സാധനം ഉണ്ട്. ഇത് നോർമൽ കണക്ടറിൽ ചാർജ് ചെയ്യുന്ന ചാർജറാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക വേണ്ട, വേറെ ഒന്നും വേണ്ട. ഉണ്ടോ, ഇതാണ് ബ്രഷ്. ഇത്ര സൈസ് വരുന്നുണ്ട് കേട്ടോ, അത് മറക്കണ്ട. ഉണ്ട്, ഇങ്ങനെ അത് വെച്ചുകൊടുക്കുക വേണ്ട ചാർജിങ് ആയിട്ട്. പക്ഷേ അത്യാവശ്യം ലൈഫും സംഭവങ്ങളൊക്കെ കിട്ടും. അത് ചാർജിങ്ങിൻ്റെ കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു വർഷം ചാർജ് ചെയ്ത് തന്നെ കുറേ മാസങ്ങൾ ഓടും. യൂബിയല്ലേ. അപ്പോൾ ഇതാണ് ബ്രഷ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഹെഡ് വരുന്നുണ്ട്. ഇത് നമുക്ക് എൻ്റെ നോബ് പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു നോബ് വരുന്നുണ്ട്. നമുക്കിതിങ്ങനെ വെറുതെ അങ്ങനെ വെക്കുക വേണ്ട. കണ്ടോ, ഇതൊരു ജസ്റ്റ് ഇവിടെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്. കണ്ടോ, അതെ. ഇതിൻ്റെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ബ്രഷ്. ഇതിന് ആകെ ഒരു കോൺ എനിക്ക് തോന്നിയത് നമുക്ക് 2-3 മോഡലുണ്ട്. ഓഫാവും. 2-3 മോഡലുണ്ട്. ആകെ ഒരു എനിക്ക് കോണായിട്ട് തോന്നിയത് ഇതിൻ്റെ ബ്രഷ് ഹെഡ് ഉണ്ടല്ലോ. ഇത് ക്ലീനിങ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രഷ് ഹെഡ് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ മോണയൊക്കെ പൊട്ടും. അങ്ങനത്തെ എനിക്കും മോണ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പൊട്ടും. അപ്പം അങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട്. അതല്ലാണ്ട് എനിക്ക് സാധനം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. വേറെ ഇഷ്യൂ സംഭവമൊന്നും ഞാൻ 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാ ഓറൽ ബി ബ്രോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡൽ നെയിം വരുന്നുട്ടാ. എന്താ ഷോക്കേസ് മോഡ് ഓണായിട്ടില്ലേ. അപ്പോൾ ഇതാണ് ബ്രഷ് കേട്ടോ. അപ്പോൾ ഇതിനോട് ഞാൻ കിട്ടിയ ഞാൻ മറ്റൊരു സാധനം തുറന്നിട്ടില്ല. ഞാൻ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. ഇത് റീചാർജബിൾ അല്ല കേട്ടോ, ഫ്രീ കിട്ടുന്നത് റീചാർജബിൾ അല്ല. അപ്പോൾ എന്താ ആമസോണിൻ്റെ ഡീല് സംതിങ് ആണ്. ഇതിൻ്റെ ബ്രഷ് ഹെഡ് വ്യത്യാസമുണ്ട്. സൈസും സംഭവമൊക്കെ സെയിം തന്നെയുണ്ട്. നമുക്ക് ഇതിൽ ക്യാപ്പും കിട്ടുന്നുണ്ട്. അത് കൊള്ളാം. ഇതാ അത് കൊള്ളാലോ എന്നൊക്കെ നല്ല രസം കേട്ടാ. അത് ഓൾറെഡി ഒരു ഇതിട്ടിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് ഫിസിക്കൽ ബട്ടൺ പോലെയാണ്. 2 ബട്ടൺ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സംഭവമാണ്. ഇത് നമുക്ക് ബാറ്ററി ഇവിടെ തുറക്കാൻ പറ്റും. കണ്ടു, ഇതിൽ ഓൾറെഡി ബാറ്ററി ഉണ്ടായിരിക്കും. ഉണ്ടോ, ഒരു ബാറ്ററി നമുക്കൊരു AA ബാറ്ററി അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഓൾറെഡി കമ്പനി തരുന്നുണ്ട്. കേൾക്കട്ടെ, കുറേ മാസങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ഓറൽ ബിയുടെ ബ്രാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ക്രോസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്രഷ് ഹെഡ് മുകളിൽ നമുക്ക് ഇത് റൊട്ടേറ്റിംഗ് തന്നെയാണ് ഇടാറുണ്ട്. ഉണ്ടോ, പക്ഷേ ബട്ടണൊക്കെ ഫിസിക്കലാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ക്യാപ്പിങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഫ്രീ ആയിട്ട് വരുന്ന ക്യാപ്പ് കൊള്ളാം. ഇതാണ് നമ്മുടെ ഓറൽ ബീൻ്റെ. അപ്പം ഞാൻ എന്തായാലും നിങ്ങളൊരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഓറൽ ബി വാങ്ങിച്ചാൽ മതി. ഓറൽ ബി അല്ലെങ്കിൽ കോൾഗേറ്റ്. പക്ഷേ കോൾഗേറ്റിനോടും കുറച്ചുകൂടി നല്ല ഓറൽ ബി ആട്ടാ. എന്നുവെച്ചാൽ അവർ ആക്ച്വലി ബ്രഷ് ഉണ്ടാക്കുന്ന മെയിൻ ബ്രാൻഡാണ്. ഞാൻ റിയൽമി ഉപയോഗിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും ആയിട്ടില്ല റിയൽമിയുടെ. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ട് റിയൽമിയുടെ ഉപയോഗിക്കുന്നത്. പക്ഷേ റിയൽമിയുടെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫൈ എന്ന് പറയാൻ പറ്റില്ല. ആവറേജ് എന്നൊക്കെ പറയാൻ റേറ്റ് കുറവാണ്. 590 രൂപയ്ക്ക് ഉണ്ടാകുന്നുള്ളൂ റീചാർജബിൾ മോഡലിനൊക്കെ. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഇവരൊക്കെ പക്ഷേ ബ്രഷുകൾ ഉണ്ടാക്കുന്ന മെയിൻ ബ്രാൻഡുകളാണ്. പക്ഷെ അതിൻ്റെ ഡിഫറൻസ് എന്തായാലും ഇവരുടെ സംഭവത്തിലുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ബ്രഷ് ഹെഡ് ആയിക്കോട്ടെ, ഇത് നമുക്ക് ക്ലീനിങ് ഒക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനത് ഓറൽ ബി തന്നെ ഈ പ്രാവശ്യം വാങ്ങിച്ചത്. നമ്മൾ നോർമൽ സാധാരണ ബ്രഷൊക്കെ ഓറൽ ബി തന്നെ ഉപയോഗിക്കാറ്. അപ്പോൾ പിന്നെയൊന്ന് റിയൽമിയുടെ കണ്ടപ്പോൾ അന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിരുന്നു. നമ്മൾ കുറച്ച് കാലമായിട്ട് ഇതേപോലെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മെഡിക്കൽ കുറേ സംഭവങ്ങൾ നമ്മളിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കുറേ ഫൈനാൻഷ്യൽ വീഡിയോസ് ചെയ്തത്. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ അതായിട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് കോസ്മെറ്റിക്സും അതുപോലെ തന്നെ ആയുർവേദിക് സപ്ലിമെൻറ്റ്സും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ഈ ചാനലിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സാധനത്തിൻ്റെ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ മറക്കണ്ട. ഓറൽ ബീൻ്റെ പ്രോ 3 എന്ന് പറഞ്ഞാൽ മോഡൽ കേട്ടോ. അപ്പോൾ നല്ല ഡീൽ കിട്ടുന്നുണ്ട് ആമസോണിൽ, നോക്കിക്കോളട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. നമ്മുടെ 2 ചാനൽ കാണാത്തവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.